100 ന്യൂസിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. VSSCയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റിനു ശേഷമുള്ള തുടർ നടപടികളും SIT ഹൈക്കോടതിയെ അറിയിക്കും. വാജിവാഹനം, കൊടിമരം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെ സംശയങ്ങളും കോടതിയെ അറിയിക്കും. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം. സമുദായ സംഘടനകളായ NSSഉം SNDPയുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നു. വിഷയത്തിൽ VD സതീശനെ പിന്തുണയ്ക്കാൻ KPCC അധ്യക്ഷനടക്കം പ്രധാന നേതാക്കൾ ആരും മുന്നോട്ട് വന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രബല സമുദായ സംഘടനകളെ എതിരാക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പ്രധാന നേതാക്കൾ മൗനം പാലിക്കുന്നത്. കേരളത്തിൽ SIR പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി നീട്ടി. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഈ മാസം 30 വരെ പരാതി അറിയിക്കാം. തീയതി നീട്ടണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതിയും സമയം നീട്ടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം വേണമെന്ന ഹർജിയിൽ ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതി വാദം കേൾക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP TK രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ജമ്മുകശ്മീർ കിഷ്ത്വാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഇന്നലെ ഏറ്റുമുട്ടലിൽ 7 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 3 സൈനികരെ എയർലിഫ്റ്റ് ചെയ്ത് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലാ ടീമിനെ ഇന്ന് സ്വീകരണം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ അതിർത്തിയായ മാഹിയിൽ നിന്ന് ജേതാക്കളെ സ്വീകരിച്ച് കണ്ണൂർ ടൗൺ സ്ക്വയറിലേക്ക് ആനയിക്കും. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ ഇന്ന് കുടുംബം പരാതി നൽകിയേക്കും. ഗോവിന്ദപുരം സ്വദേശി ദീപകിനെ ഇന്നലെ രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബസ്സിൽ വെച്ച് ദീപക് ശരീരത്തിൽ സ്പർശിച്ചു എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആരോപണം. നിയമസഭാ സമ്മേളനം നാളെ മുതൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് നാളെ തുടങ്ങുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് പ്രധാനം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് വേണ്ടി നേരിട്ട് ഹാജരാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ചർച്ചകൾ നടക്കും. UAE പ്രസിഡന്റായ അധികാരമേറ്റതിനു ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ 3ാമത്തെ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ അധ്യക്ഷനാകും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 5 മണി മുതൽ 6 മണി വരെ പത്രിക പിൻവലിക്കാം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്ത്. മിനിമം താങ്ങുവില, വൈദ്യുതി ഭേദഗതി ബിൽ, വിത്ത് ബിൽ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ, നിയമഭേദഗതി ഉൾപ്പെടെ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മഹാപഞ്ചായത്ത് ചേരുക. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഇന്ന് അവസാനിക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നെയ്യഭിഷേകവും പടിപൂജയും ഇന്നലെ സമാപിച്ചു. ഇന്ന് രാത്രി 10 വരെയാണ് തീർത്ഥാടകർക്ക് ദർശനത്തിന് അവസരം. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. രാജ്യത്തെമ്പാടും ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ക്രിസ്മസ് ആഘോഷം പോലും തടസ്സപ്പെടുത്തുന്നു. കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കുകയും ബൈബിൾ കത്തിക്കുകയും ചെയ്യുന്നു. ഈ ആക്രമണങ്ങൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി. NSS SNDP ഐക്യം സ്വാഗതം ചെയ്ത് BJP. SNDP NSS ഐക്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് BJP ആണെന്ന് V മുരളീധരൻ പറഞ്ഞു. ലീഗിന്റെ അപ്രമാദിത്വത്തിന് വർഗീയ നിലപാടിനുമെതിരായാണ് വെള്ളാപ്പള്ളി നടേശൻ നിലപാടെടുത്തത്. ലീഗ് മതത്തിന്റെ പേരിലുള്ള പാർട്ടിയാണെന്നും V മുരളീധരൻ.
പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിയും കുടുംബവും ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിലെത്തിയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കാണുക. നിലവിൽ സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുകയുടെ അപര്യാപ്തത, കുട്ടിയുടെ തുടർ പഠനം, ഭാവി എന്നിവയിലെ ആശങ്ക രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ പങ്കുവയ്ക്കും. SIR ഹിയറിംഗിന്റെ പേരിൽ വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു CPIM. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിലെ തെറ്റിന് വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിണറായി വിജയൻ നയിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി. മുന്നണിയിൽ മുഖ്യമന്ത്രി പ്രേമികളില്ലെന്നും ജനപക്ഷ രാഷ്ട്രീയ പ്രേമികളാണുള്ളതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. CPIM-നെതിരെയുള്ള മൃദു ഹിന്ദുത്വ ആരോപണം ആസൂത്രിതമെന്നും MA ബേബി. യാത്രയ്ക്കിടെ അപസ്മാരമുണ്ടായ 10 മാസം പ്രായമായ കുഞ്ഞിന് KSRTC ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സമയോചിത ഇടപെടലിനെ തുടർന്ന് ചികിത്സ ഉറപ്പാക്കി. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം. ഡ്രൈവർ പ്രേമന്റെയും കണ്ടക്ടർ സുനിലിന്റെയും നേതൃത്വത്തിലാണ് കുഞ്ഞിനെ കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിച്ചത്. മലപ്പുറം പരപ്പൂരിൽ കുളത്തിൽ മാതാവും 2 മക്കളും മുങ്ങി മരിച്ചു. കുളത്തിൽ തുണി അലക്കാനായി ഇറങ്ങിയ സൈനബ, മക്കളായ ഫാത്തിമ, ഫാസിമ, ആഷിഖ് എന്നിവരാണ് മരിച്ചത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായ യുവ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഓമശ്ശേരി വനിതാ ഹോട്ടലിൽ മോഷണം. ഓമശ്ശേരി സാജിദയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് മോഷണം നടന്നത്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗമം ഇന്ന് കൊല്ലത്ത് ആശ്രമത്തിലെ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് സംഗമം. രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഉടുമ്പൻചോല സീറ്റിൽ UDF-ൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ ആവശ്യം ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിന്റെ ആലോചന. പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും SDPI പിന്തുണച്ചതോടെ രാജിവെക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ നിർണായകമാകും. പട്ന എറണാകുളം എക്സ്പ്രസ് ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 2 വയസ്സുകാരനെ ഇന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കും. കുട്ടിയെ അന്വേഷിച്ച് ആരും എത്താത്ത സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ CWCകളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളെ കണ്ടെത്താൻ നടപടി തുടങ്ങി. ജനപ്രതിനിധികൾ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഭാംഗങ്ങൾക്കായി കോട്ടയം ദേവലോകം കാതോലിക്കറ്റ് അരമനയിൽ സംഘടിപ്പിച്ച അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. ഇടുക്കി പള്ളിവാസലിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷം. വിനോദസഞ്ചാരികളായ 8 പേർക്ക് പരിക്ക്. 3 പേരെ വെള്ളത്തൂവൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം തലക്കോട് വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിന് തീപിടിച്ചു. ആളപായമില്ല. കോട്ടപ്പടിയിൽ നിന്ന് ശാന്തൻപാറയിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. പത്തനംതിട്ട നിലയ്ക്കലിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട 5 പേർക്ക് പരിക്കേറ്റു. തീർത്ഥാടകരുടെ കാർ KSRTC ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അൻപോടെ തൃത്താലയുടെ ഭാഗമായി പരുതൂരിൽ കണ്ണടകൾ വിതരണം ചെയ്തു. മന്ത്രി MB രാജേഷ് വിതരണം നിർവഹിച്ചു. തൃത്താലയിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതാണ് പദ്ധതി. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയോരം വൃത്തിയാക്കി. കുമളി മൂന്നാർ സംസ്ഥാന പാതയുടെ പഞ്ചായത്ത് പരിധിയിലുള്ള ഭാഗമാണ് 2 ദിവസങ്ങളിലായി വൃത്തിയാക്കിയത്. ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് 12 കിലോമീറ്റർ പാതയോരം ശുചീകരിച്ചത്. ഇടുക്കിയിലെ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ടൗൺ പ്രദക്ഷിണം നടന്നു. 10 ദിവസങ്ങളിലായാണ് തിരുനാൾ നടന്നത്. തിരുനാൾ ഇന്ന് സമാപിക്കും. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മലപ്പുറം പരപ്പനാട് എമർജൻസിന്റെ ടീം ആംബുലൻസ് ഡ്രൈവർമാർക്കും ജനപ്രതിനിധികൾക്കും സ്വീകരണം നൽകി. പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പാലക്കാട് രൂപതയിലെ കരിങ്കയം പള്ളിയുടെ സുവർണ ജൂബിലിയും തിരുനാളും ആഘോഷിച്ചു. പള്ളിയുടെ മുൻ വികാരിമാരും പാലക്കാട് രൂപതയിലെ നവവൈദികരും വിവിധ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായ കൃതജ്ഞതാ ബലിക്ക് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. പാലക്കാട് ഒറ്റപ്പാലം കിൻഫ്രയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിപ്പറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സായ അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ ഇഞ്ചക്ഷൻ മോൾഡിംഗ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS ഉദ്ഘാടനം ചെയ്തു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിന്റെയും രാജഗിരി ബിസിനസ് സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റ് ഇൻഫ്ലോറെ 26 കാക്കനാട് രാജഗിരി വാലി ക്യാമ്പസിൽ സമാപിച്ചു. ഫിസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഓവറോൾ ചാമ്പ്യന്മാരായി. സമഗ്ര ക്ഷയരോഗ നിവാരണ കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കൊല്ലം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പോഷകാഹാര കിറ്റ് വിതരണം നടന്നു. ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രായം മുതൽ ആരോഗ്യ പരിപാലനം വളർത്തിയെടുക്കാൻ ഫോർട്ട് കൊച്ചി ഡെൽറ്റ സ്റ്റഡി ഹെൽത്ത് കാർണിവൽ സംഘടിപ്പിച്ചു. ചോറ്റാനിക്കരയിലെ ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജ്, വൈറ്റില ലിറ്റിൽ മീ ഡെന്റിസ്ട്രി, മീര ഐ ക്ലിനിക്, ഫോർട്ട് കൊച്ചി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഉദ്ഘാടനം ചെയ്തു. പാലാ പൊൻകുന്നം മുരുക്കുംപുഴ ജംഗ്ഷന് സമീപം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്തു നിന്നാണ് പാലാ പോലീസ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. എറണാകുളം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ കല്ലഞ്ചേരി മത്സ്യക്കെട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് വിഷം കലക്കിയത് മൂലമെന്ന് സംശയം. ഇന്നലെ പുലർച്ചെ 5-നാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ചിറക്കലിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. പറമ്പിൽ സൂക്ഷിച്ചിരുന്ന വിറകിനടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ പെരുന്തുരുത്ത് തെക്കേക്കരിപ്പാടത്ത് കാർഷിക പുരോഗതിക്കായി 6 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ഇറിഗേഷൻ വകുപ്പ് തണ്ണീർമുക്കം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. UKF കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപക വികസന പരിശീലന പരിപാടി ഇന്ന് മുതൽ ഈ മാസം 24 വരെ നടക്കും. സാങ്കേതിക സർവകലാശാല അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ K. ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം തമ്പലക്കാട് ഗവൺമെന്റ് LPSയിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4:30 വരെയാണ് ക്യാമ്പ്. തമ്പലക്കാട് ഗവൺമെന്റ് LPSന്റെയും ലയൺസ് ക്ലബിന്റെയും ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ എന്നിവയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. അഗ്നിപഥ് പദ്ധതിയിൽ വ്യോമസേനയിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അടുത്ത മാസം 1-ന് രാത്രി 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൽ കൗൺസിലർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകൾ സഹിതം 27-ന് രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം. കൊച്ചി കോർപ്പറേഷനിലെ 10 ഡിവിഷനുകളിലും മുളവുകാട് പഞ്ചായത്തിലും ഇന്നും നാളെയും കുടിവെള്ള വിതരണം മുടങ്ങും. കൊച്ചി കോർപ്പറേഷനിലെ 10, 11, 14, 15, 18, 19, 22, 24, 25 ഡിവിഷനുകളിലാണ് വെള്ളം മുടങ്ങുന്നത്. സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം പാപ്പനംകോട് പ്രവർത്തിക്കുന്ന KASC ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രത്തിലെ ബാച്ചിംഗ് പ്ലാന്റ് ഓപ്പറേറ്റർ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഏതെങ്കിലും ട്രേഡിൽ ITI പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 25-ന് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കളമശ്ശേരി സമറ കൺവെൻഷൻ സെന്ററിലാണ് ക്യാമ്പ്. ദേശീയ വാർത്തകളിലേക്ക്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഹാജരാകാൻ തമിഴക വെற்றிക്കഴക നേതാവ് വിജയ്ക്ക് CBIയുടെ സമൻസ്. ഡൽഹിയിലെ CBI ഓഫീസിൽ ഇന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ 2 മാവോയിസ്റ്റുകളെ കൂടി വധിച്ച് സൈന്യം. ഇതോടെ മേഖലയിൽ സുരക്ഷാസേന 2 ദിവസത്തിനിടെ കൊലപ്പെടുത്തിയ മാവോയിസ്റ്റുകളുടെ എണ്ണം 6 പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം തിരച്ചിൽ ആരംഭിച്ചത്.
ഉത്തർപ്രദേശ് അമേഠിയിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമബംഗാളിലെ 15 വർഷത്തെ മഹാജംഗൽ രാജിന് അന്ത്യം കുറിക്കാനുള്ള സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മമതാ സർക്കാരിന്റെ ദുർഭരണത്തിൽ ജനങ്ങൾ മടുത്തു, ഭരണമാറ്റം അനിവാര്യമെന്നും മോദി. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ പൊങ്കൽ ഉത്സവത്തിനിടെ കാളയോട്ടത്തിനിടെ അപകടം. കാളകളുടെ ആക്രമണത്തിൽ ഒരു വൃദ്ധൻ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. ജല്ലിക്കെട്ടിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നൽകുമെന്ന് MK സ്റ്റാലിൻ. അളങ്കനല്ലൂരിൽ കാളകളുടെ ചികിത്സയ്ക്കായി 2 കോടി രൂപ ചെലവിൽ അത്യാധുനിക ചികിത്സാ കേന്ദ്രം ആരംഭിക്കുമെന്നും MK സ്റ്റാലിൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളെ കെണിയിലാക്കി ഡൽഹി ക്രൈംബ്രാഞ്ച്. പിടിയിലായത് നൈജീരിയൻ പൗരന്മാർ. 5 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈനും MDMAയും ഇവരിൽ നിന്ന് കണ്ടെത്തി. ഒസൂർ വിമാനത്താവളത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സമർപ്പിച്ച അപേക്ഷ പ്രതിരോധ മന്ത്രാലയം രണ്ടാമതും തള്ളി. കേന്ദ്രത്തിന്റെ നടപടി ഇവിടുത്തെ വ്യോമമേഖല ബംഗളൂരു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര വാർത്തകളിലേക്ക്. ഗസ സമാധാന ബോർഡിലേക്കുള്ള ട്രംപിന്റെ നോമിനികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഇസ്രയേൽ. ഗസ എക്സിക്യൂട്ടീവ് സമിതിയെ ഇസ്രയേലുമായി ഏകോപിപ്പിച്ചിട്ടില്ലെന്ന് വാദം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിഷയം ചർച്ച ചെയ്യും. യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിൽ 11 പേരുമായി യാത്ര ചെയ്യുന്നതിനിടെ കാണാതായ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 11 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. ഇന്തോനേഷ്യ എയർ ട്രാൻസ്പോർട്ടിന്റെ വിമാനം ശനിയാഴ്ചയാണ് കാണാതായത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഷോപ്പിംഗ് മാളിൽ വൻ തീപിടുത്തം. 6 പേർ മരിച്ചു, 20ഓളം പേർക്ക് പരിക്കേറ്റു. സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടുമായി വെടിനിർത്തൽ ധാരണയായെന്ന് സിറിയൻ ഭരണകൂടം. SDFന്റെ കൈവശമുള്ള ചില പ്രദേശങ്ങൾ സൈന്യത്തിന് വിട്ടുകൊടുക്കുന്നതിലൂടെ ധാരണയിലെത്തി. ഗസ സമാധാന ബോർഡിൽ ചേരാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചെന്ന് പാകിസ്ഥാന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ ആൻഡ്രാബി സ്ഥിരീകരിച്ചു. എക്സിക്യൂട്ടീവ് ബോർഡിലേക്കുള്ള നിയമിത അംഗങ്ങളുടെ പട്ടിക നേരത്തെ പുറത്തുവന്നിരുന്നു. സെർബിയയിൽ അഴിമതി ഭരണകൂടത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തം. നോബി സാഡിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഈ മാസം 27-ന് സെർബിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമാണ് അബുദാബി എന്ന് നംബിയോ സർവേ റിപ്പോർട്ട്. തുടർച്ചയായ 10ാം തവണയാണ് സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി 1ാം സ്ഥാനത്തെത്തുന്നത്. പട്ടികയിൽ ആദ്യ 6 നഗരങ്ങളും ഗൾഫ് രാജ്യങ്ങളാണ്. UAE-യിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ കൈവശം മരുന്ന് കൊടുത്തുവിടുന്നതിന് നിയന്ത്രണം. മുൻകൂട്ടി അധ്യാപകരെ അറിയിക്കാതെ വിദ്യാർത്ഥികളുടെ ബാഗുകളിൽ മരുന്ന് കൊടുത്തുവിടരുതെന്നാണ് നിർദ്ദേശം നൽകിയത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മുൻകൂട്ടി അറിയിച്ച മരുന്നുകൾ അധ്യാപകരെ ഏൽപ്പിക്കണമെന്നാണ് പുതിയ സർക്കുലർ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിയമവിരുദ്ധ ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കുമെതിരെ ശക്തമായ നടപടിയുമായി പോലീസ്. ഓപ്പറേഷൻ മൂർഹെഡ് എന്ന പേരിലായിരുന്നു പരിശോധന. യുവാക്കളുടെ അപകടകരമായ ഡ്രൈവിംഗിനെ തുടർന്നാണ് നടപടികൾ കടുപ്പിച്ചത്. ബിസിനസ് വാർത്തകളിലേക്ക്. ഇന്നു മുതൽ 23 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം സമ്മേളനത്തിൽ വ്യവസായ മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം പങ്കെടുക്കും. കേരളത്തെ ഉത്തരവാദിത്ത നിക്ഷേപ ഇടം എന്ന നിലയിൽ അവതരിപ്പിക്കുക ലക്ഷ്യം. സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും സാമൂഹിക ഉത്തരവാദിത്വവും സമന്വയിപ്പിച്ച ഹൈടെക് വ്യവസായ വളർച്ച മുന്നോട്ട് വെക്കുമെന്ന് മന്ത്രി P. രാജീവ്. ആഭ്യന്തര വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക് തുടരുന്നു. 2026-ൽ ഇതുവരെ $200 കോടി മൂല്യമുള്ള ഓഹരികൾ ആഭ്യന്തര വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചു. രൂപയുടെ മൂല്യമിടിയാനും വിദേശ നിക്ഷേപം പുറത്തേക്ക് പോകുന്നതും കാരണമാകുമെന്ന് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച നിക്ഷേപകർ ദീർഘകാല മൂലധന വിപണി നികുതി ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. LTCGയുടെ നികുതിരഹിത ഇളവ് പരിധി 1.25 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്താൻ ശുപാർശ. 2026 സാമ്പത്തിക വർഷം ഫാർമ കമ്പനികൾ വൻ വരുമാന വളർച്ച നേടുമെന്ന് റിപ്പോർട്ട്. പ്രതീക്ഷിക്കുന്നത് വരുമാനത്തിൽ 11% വരെ വർധന. രാജ്യത്ത് ആഭ്യന്തര മരുന്ന് വിൽപ്പന ഉയരുന്നത് ഔഷധ കമ്പനികൾക്ക് അനുകൂലമാകുമെന്ന് വിലയിരുത്തൽ. ട്രംപിന്റെ സമാധാന ബോർഡിലെ സ്ഥിരാംഗത്വം
നേടാൻ വേണ്ടത് $1 ബില്യൺ. സ്ഥാപക ചെയർമാൻ സ്ഥാനത്ത് ട്രംപ് ആയിരിക്കുമെന്ന് കരട് രേഖ. വിവിധ വിഷയങ്ങളിൽ സ്ഥിരാംഗങ്ങൾക്ക് ചെയർമാന്റെ അനുമതിയോടെ ലഭിക്കുന്നത് 1 വോട്ടിനുള്ള അവകാശം. കായിക വാർത്തകളിലേക്ക്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. മത്സരം രാത്രി 7:30 വഡോദരയിൽ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയ്ക്കായി ടീം ഇന്ത്യ പരിശീലനം തുടങ്ങി. 5 മത്സരങ്ങളുള്ള 2020 പരമ്പരയ്ക്ക് ബുധനാഴ്ചയാണ് തുടക്കമാവുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ 1ാം സീഡ് കാർലോസ് അൽക്കരാസ് 2ാം റൗണ്ടിൽ ഓസ്ട്രേലിയൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് തോൽപ്പിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ആദ്യ റൗണ്ടിൽ ജയം ലക്ഷ്യമിട്ട് നൊവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2:40 മത്സരം. വനിതകളിലെ 2ാം സീഡ് ഇഗ സാംതക്കും ആദ്യ റൗണ്ട് പോരിനിറങ്ങും. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത ചിത്രം അതിരടിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ടൊവിനോ തോമസിന്റെ കഥാപാത്രം ശ്രീകുട്ടൻ വെള്ളായണിയുടെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളന്റെ ആദ്യ ടീസറിന് ലഭിക്കുന്നത് മികച്ച പ്രതികരണം. ഒറ്റ ദിവസം കൊണ്ട് 1.4 മില്യൺ ആളുകൾ ടീസർ കണ്ടു. വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി നാദിർഷ സംവിധാനം ചെയ്യുന്ന മാജിക് മഷ്റൂം സിനിമയിലെ ശങ്കർ മഹാദേവൻ ആലപിച്ച ഗാനം പുറത്ത്. ചിത്രം ഈ മാസം 23-ന് തിയേറ്ററുകളിലെത്തും. സംവിധായകൻ ജി മാർത്താണ്ഡൻ ഒരുക്കുന്ന ഓട്ടം തുള്ളൽ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. അഭിനേതാക്കളെ വ്യത്യസ്ത ഭാവങ്ങളോടെയാണ് പോസ്റ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. H&M എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുഷ്താഖ് കൂനത്തിൽ നിർമ്മിച്ച് പ്രശാന്ത് ചില്ല തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന അഭിരാമിയുടെ പ്രണയങ്ങൾ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് പ്രകാശനം നടന്നു. സംവിധായകരായ ജിയോ ബേബി, ഹരിദാസ് എന്നിവർ ചേർന്നാണ് ടൈറ്റിൽ ലോഞ്ച് ചെയ്തത്. നോക്കാം ഫാക്ട് ചെക്ക്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ മകൾ സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തായി എന്ന വാദത്തോടെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ വ്യാജമാണ്. ചില അറബ് യുവതികളുടെ ഉല്ലാസയാത്രാ ദൃശ്യമാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. സ്പെയിനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച അപകടം. 21 പേർ മരിച്ചു, 100 പേർക്ക് പരിക്കേറ്റു. ഗസ സമാധാന സമിതിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. ഗസ സമാധാന പദ്ധതിയുടെ ഭാഗമായ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീടം സെനഗലിന് മൊറോക്കോയെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. 40 വർഷമായി തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ കാനഡ പരാജയപ്പെട്ടുവെന്ന് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്. കനേഡിയൻ അധികാരികൾ അവരുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തത് നിരാശാജനകമെന്നും ദിനേശ് പട്നായിക്. പോളണ്ട് ഉപപ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കാണും. സന്ദർശനം രാജസ്ഥാനിലെ ജയ്പൂരിലെ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത ശേഷം. ഇപ്പോൾ കിട്ടിയത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ബന്ധുവായ യുവാവ് പിടിയിൽ. ഉത്തരേന്ത്യയിൽ ശീതക്കാറ്റ്. ഡൽഹിയിൽ വായു ഗുണനിലവാരം ഗുരുതര വിഭാഗത്തിൽ. ജാർഖണ്ഡിലെ ലത്തേഹാറിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 9 പേർ മരിച്ചു, 80 പേർക്ക് പരിക്കേറ്റു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.